മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഇന്നലെ നമ്മുടെ പഴയ മോഡൽ ബുള്ളറ്റ് ആണ്. അപ്പോൾ ഇതിന്റെ മെയിനായിട്ടുള്ള പ്രശ്നമാണ് എഞ്ചിൻ ബേസ് ആയിട്ടുള്ള കാര്യമില്ല, കുഴപ്പമൊന്നുമില്ല. അതായത് ഈ ഹെഡ്ലൈറ്റിന്റെ മുകളിൽ വരുന്ന ഒരു ക്യാപ്പ് ആണിത്. അപ്പോൾ ഇവന്റെ മെയിനായിട്ടുള്ള പ്രശ്നമാണ് ഇത് ഒരു പിച്ചിലോണ്ടുള്ള സംഭവമാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എന്താ പറയാ മെറ്റല്, അപ്പം പിച്ചിലോണ്ടുള്ള സാധനമാണ്. അപ്പൊ ഗൈസ് ഇവനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ വിളക്കിലൊക്കെ ഉപയോഗിക്കുന്ന സെയിം മെറ്റലാണ് ഈ ഒരു പിച്ചള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഒരു പിച്ചളേന്റെ മെയിൻ ആയിട്ടുള്ള കുഴപ്പമാണ് കുറച്ച് വെയിലോ മഴയോ കൊണ്ട് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് തിളങ്ങിയ ഒരു സംഭവമായിരിക്കും. പക്ഷേ കുറച്ച് വെയിലോ മഴയോ കൊണ്ട് കഴിഞ്ഞാൽ ഫുള്ള് ക്ലാവ് ഇടിച്ചിട്ട് ഒരു ഡാർക്ക് സംഭവമായിട്ടുണ്ടാവും. അപ്പം അത് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്തായാലും നേരെ വീഡിയോയിലേക്ക്. അപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഫുള്ള് ക്ലാവും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് വൃത്തികേടായിട്ടാണുള്ളത്. അപ്പൊ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് സാധനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുന്നതാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3M ഒരു റബ്ബിംഗ് കോമ്പൗണ്ട് ആണ്. ഒരു 100 അല്ല 104 രൂപയ്ക്ക്. ഇതിന്റെ MRP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 104 ഒരു 100 രൂപക്കൊക്കെ ഷോപ്പിൽ നിന്ന് കിട്ടുന്നതാണ്. അതായത് പെയിന്റിന്റെ ഷോപ്പോ അങ്ങനെയുള്ള കാർ ആക്സസറി ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഒരു 3M റബ്ബിംഗ് കോമ്പൗണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോട്ടന്റെ തുണിയാണ്. എന്താ പറയുക, ഇതിന് വാങ്ങുമ്പോൾ തന്നെ ഒരു 10-20 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ഒരു വേസ്റ്റ് തുണി എന്ന് പറഞ്ഞിട്ട് കിട്ടും. പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ ഇത് പോരല്ലേ യൂസ്, ഇത് മതി, ഇത് തന്നെ ധാരാളമാണ്. അപ്പൊ എന്തായാലും നമുക്ക് പണി തുടങ്ങി കൂടെ അല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഓപ്പൺ ചെയ്യാണ്. പുതിയത് വാങ്ങുക കേട്ടോ. ഇതൊന്ന് ഓപ്പൺ ചെയ്യാണ്. ഇതിന്റെ മുകളിൽ തന്നെ ആണല്ലേ ഒരു വെള്ള സംഭവം, അതും കൂടി ഒന്ന് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. വെറുതെ ഒന്നിനല്ലേ വേസ്റ്റ് ചെയ്യുന്നത്. അതവിടെ നോട്ടെ. ഇതല്ലേ ഇതിന്റെ പകുതി ഭാഗം മാത്രമേ അല്ലേ, ഇതിന്റെ പകുതി ഭാഗം മാത്രമേ ഈ ഒരു റബ്ബിംഗ് കോമ്പൗണ്ട് വരുന്നുള്ളൂ. അപ്പൊ ഇത് ഒന്ന് പുരട്ടി കൊടുക്കാം. ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടൊന്ന് പുരട്ടി കൊടുക്കാം കേട്ടോ. ഇതൊരു കോട്ടിങ് പോലെ അവിടെ വെക്കുന്നതാണ്. കുറച്ച് ഒരു 2-3 മിനിറ്റിലേക്ക് ഇതവിടെ വെക്കണം. ഗായ്സ് ഇനി ഇത് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കാം. വെയില് കൊള്ളാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഇപ്പം ചെറിയ വെയിലുണ്ടാവുകൊണ്ട് ഒരു 1-2 മിനിറ്റ് കൊണ്ട് ഇതൊന്ന് നമുക്ക് എന്താ പറയാ തുടച്ച് വൃത്തിയാക്കൽ തുടങ്ങാം. ഗായ്സ് നമ്മുടെ പണി തുടങ്ങാൻ പോവാണ്. ഇത് ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. എന്തായാലും തുടങ്ങാം അല്ലേ. ഇതേ തുടങ്ങുകയാണ്. ഗായ്സ് ഇത് നോക്ക് കണ്ടല്ലേ, ആ ഒരു ഭാഗം മാത്രം നോക്കിക്കഴിഞ്ഞാൽ മതി. ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ തന്നെ മതി, അതിന്റെ വ്യത്യാസം മനസ്സിലാവും. അതേപോലെ തന്നെ കണ്ടല്ലേ, ഇതേപോലെ 2-3 ബ്രാൻഡ് ഞാൻ യൂസ് ചെയ്ത് നോക്കി. പക്ഷെ കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നി ഈ ഒരു 3M തന്നെയാണ്. കണ്ടല്ലേ, ഒരു പ്രാവശ്യം ആ ഒരു ഭാഗം ആക്കുമ്പോഴേക്ക് തന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം പിൻവലിക്കുകയാണ് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഒരു 2-3 പ്രാവശ്യം എടുക്കുക, ഇത് ഒരു പ്രാവശ്യം തന്നെ എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. അപ്പൊ എന്തായാലും ഇങ്ങനത്തെ കുറച്ച് എന്താ പറയുക ഈ കർച്ചീഫ് പോലത്തെ സംഭവങ്ങൾ ആവശ്യം വരും. അങ്ങനെ തുടക്കുകയാണ്. ജോതു താല്പര്യം ഉണ്ടോ തുടക്കേ? ഇല്ലല്ലേ. ഒരു പോട്ട് കഴിഞ്ഞില്ലേ അല്ലേ. പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ഇതാക്കുന്നുണ്ട്. അല്ല ഇതാക്കണം കേട്ടോ, പോസ്റ്റാണ്. കാരണം ഈ ലെങ്ത് കുറഞ്ഞെങ്കിൽ കയറ്റിക്കൂടെ ഓടിക്കില്ല, അതിനും കയറ്റിട്ടുണ്ട്. ഏതെല്ലാം ഇത് 1-2 പ്രാവശ്യം തുടച്ചപ്പോ തന്നെ ഇത് കണ്ടില്ലേ, ഇതിന്റെ കോലാണിത്. ഞാൻ ഒരു എന്താ പറയാ കൊണ്ട തുണിയും കൂടെ ഒന്ന് അടിച്ചു തരുന്നു കേട്ടോ. മലയാളമൊക്കെ വന്നിട്ടില്ലേ. നമ്മൾ 2 പ്രാവശ്യം ഇട്ടിട്ടില്ല സാധനം. പഴയ കുറച്ചും കൂടി ക്ലിയർ ആയിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കും. കുറെ ആൾക്കാർക്കെങ്കിലും ഇത് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തൊരു ട്രാവലോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ട്രിപ്പോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ഇത്രയ്ക്കാണ് എന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ പ്രതീക്ഷയോടെ. ഇറ്റ്സ് മീ ആൽവിൻ സൈനിങ് ഔട്ട്.